ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇനി ശ്രീ കാമകലാവിലാസത്തിലെ അടുത്ത ശ്ലോകം 14-ാമത്തെ ശ്ലോകം നോക്കാം. 14-ാമത്തെ ശ്ലോകം. തേഷു ക്രമേണ ലിംഗത്രിതയം തദ്വച്ച മാതൃകാത്രിതയം ഇത്തം ത്രിതയപുരീയാ തുരീയ പീഠാച ഭേദിനീ വിദ്യ. തേഷു ആ 3 ബീജങ്ങളിൽ ക്രമേണ യഥാക്രമം ലിംഗത്രിതയം സ്വയംഭൂ മുതലായ 3 ലിംഗങ്ങളായും സ്വയംഭുലിംഗം, ബാണലിംഗം, ഇതരലിംഗം എന്നിങ്ങനെ മൂലാധാരത്തിലെ സ്വയംഭുലിംഗം, അനാഹത ചക്രത്തിലെ ബാണലിംഗം, പിന്നെ ആജ്ഞാചക്രത്തില് ഇതരലിംഗം എന്നിങ്ങനെ സുഷുമ്നാനാഡിയുടെ പഥത്തിലുള്ള 3 സൂക്ഷ്മ ലിംഗങ്ങളുടെ രൂപത്തിലും തദ്വത് ച അപ്രകാരം തന്നെ മാതൃകാത്രിതയം അ ക ഥ എന്നീ 3 മാതൃകാക്ഷരങ്ങളായും എന്നുവെച്ചാൽ അ ക ഥ എന്നീ 3 അക്ഷരങ്ങൾ ആദിയായിരിക്കുന്ന 16 വീതമുള്ള അക്ഷരങ്ങളുടെ 3 നിരയായിട്ടും ഇത്തം ഇപ്രകാരം യാ ഏതൊരു ചിത് ശക്തി ത്രിതയപുരി 3 പുരത്തോടു കൂടിയവളും, അതായത് 3 സംഖ്യയുള്ള കാര്യസമൂഹം ആകുന്ന ശരീരത്തോടു കൂടിയവളായി വർത്തിക്കുന്നുവോ അവൾ തന്നെയാണ് തുരീയ പീഠ 4-ാമത്തെ അധിഷ്ഠാനമാകുന്ന കാരണസ്വരൂപയുമായി ഭേദിനീ വിദ്യ നാനാപ്രകാരമുള്ള പ്രപഞ്ചോല്ലാസ രൂപിണിയായും അത് ഭേദിക്കുന്ന അഖണ്ഡമായ അഭേദത്തെ ബോധിപ്പിക്കുന്ന ജ്ഞാനമായും സ്ഥിതി ചെയ്യുന്നവൾ. അതായത് മഹാബിന്ദുവിൻ്റെ കാര്യരൂപത്തിലുള്ള ചിത്ശക്തി തന്നെയാണ് കാരണരൂപത്തിലുള്ള പരാസംവിദ്രൂപ വിമർശ ശക്തി എന്ന് സൂക്ഷ്മാർത്ഥം. ശിവശക്തി സാമരസ്യത്തിൽ നിന്നും പ്രപഞ്ചമായി വ്യാവഹാരിക ദശയായി പരിണമിക്കുന്ന മഹാബിന്ദു സ്വരൂപിണിയായ ചിത്ശക്തിയെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. തുരീയ പീഠ ച ഭേദിനീ വിദ്യ. തുരീയ പീഠമാകുന്ന ഓഡ്യാണപീഠസ്ഥിതയായ ദേവി ചിത് ശക്തി സ്വരൂപിണിയായ സാക്ഷാത് പരാസംവിത് സ്വരൂപ വിമർശശക്തി തന്നെയാണ്. ആ പരാവിമർശശക്തി തന്നെയാണ് പ്രപഞ്ചജ്ഞാനം ഭേദിച്ച് ആത്മജ്ഞാനം, പാരമാർത്ഥിക ജ്ഞാനം പ്രദാനം ചെയ്യുന്ന പരാശക്തി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ശ്രീ കാമകലാവിലാസത്തിലെ 8-ാമത്തെ ശ്ലോകം വരെ മഹാബിന്ദുവായി വികസിക്കുന്ന ചിത് ശക്തി വിലാസമാണ് വിവരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ചിത് ശക്തി എന്ന് പറയുന്നത് ശക്തിയുടെ ഒരു പരിണാമമോ പരിവർത്തനമോ അല്ല, ഒരു പ്രതിഫലനം മാത്രമാണ്, ഭാവമാറ്റം മാത്രമാണ് എന്നത് ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഫലരൂപമായ പ്രപഞ്ചമായി പ്രതിഫലിക്കുന്ന ചിത്ശക്തിക്കും പ്രപഞ്ചകാരണമായ ശിവാഭേദ വിമർശരൂപ ശക്തിക്കും തമ്മിൽ യാതൊരു ഭേദവുമില്ല, യാതൊരു വ്യത്യാസവുമില്ല എന്ന്. ഭേദിനീ വിദ്യ, അതായത് പ്രപഞ്ചോല്ലാസ സ്വരൂപിണിയായ ചിത്ശക്തി പല രീതിയിലായി പല ഭേദങ്ങളിലായി ഈ പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്നു. ചിത് എന്നതിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനമാണ്, അല്ലേ? ശ്രീ ക്ഷേമരാജാചാര്യർ രചിച്ച ശിവസൂത്ര വിമർശനിയിൽ ചിത്ശക്തിയുടെ പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപം വിവരിക്കുന്ന ഈ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് കാളികാക്രമം എന്ന പുരാതന തന്ത്രത്തിൽ നിന്നും. തത്തദ്രൂപതയാ ജ്ഞാനം ബഹിരന്ധ പ്രകാശത്തെ ജ്ഞാനാദൃതേനാർത്ഥസത്ത ജ്ഞാനരൂപം തതോ ജഗത് നഹി ജ്ഞാനാദൃതേ ഭാവാഃ കേനചിത് വിഷയീകൃതാഃ ജ്ഞാനം തദാത്മതാം യാതം ഏതസ്മാദവസീയത്തെ അസ്തി നാസ്തി വിഭാഗേന നിഷേധവിധിയോഗതഃ ജ്ഞാനാത്മതാ ജ്ഞേയനിഷ്ഠാ ഭാവാനാം ഭാവനാബലാത് യുഗപത് വേദനാജ്ഞാനജ്ഞേയോരേകരൂപത. അപരാജ്ഞാനം എന്ന് പറയുന്ന പ്രാപഞ്ചിക ദശയിൽ കൂടസ്ഥ ചൈതന്യമായ ജീവാത്മാവിൽ ചിത് ശക്തി സ്ഫുരണമായി ഉണ്ടാവുന്ന ആ ജ്ഞാനം ബഹിർ അന്തഃ പ്രകാശത്തെ, പുറത്തു നിന്നും ഉള്ളിൽ നിന്നും പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ പുറത്ത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിക്കുന്ന അറിവായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നും ചിന്തകളായും വികാരങ്ങളിൽ കൂടിയും അറിയുന്ന അറിവായിട്ടും
ജ്ഞാനാദൃതേ ന അർത്ഥസത്ത. ഈ ജ്ഞാനത്തിൽ ഒതുങ്ങാത്തതായ യാതൊന്നുമില്ല, യാതൊന്നിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് ജ്ഞാനരൂപം തതോ ജഗത്ത്. ഈ ജഗത്ത് ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനമാകുന്ന ചിത്ശക്തി സ്വരൂപം തന്നെയാണ്. ജ്ഞാനത്തിൽ കൂടിയല്ലാതെ ഭാവങ്ങളും, അതായത് വികാരങ്ങളുമില്ല, വിഷയഗ്രഹണവുമില്ല. ജ്ഞാനം കൂടാതെ ഒരു വസ്തുവിനെയും അറിയാൻ സാധിക്കില്ല എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സകല പ്രപഞ്ച വസ്തുക്കളുടെയും നിജസ്വരൂപം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വിഭാഗീയതകൾ കാരണം വിധി നിഷേധങ്ങളായി, അതായത് അംഗീകരിക്കുന്ന അറിവ്, നിഷേധിക്കുന്ന അറിവ് എന്നിങ്ങനെ ബാഹ്യമായി അറിയപ്പെടേണ്ട വസ്തുക്കളുടെ നിലനിൽപ്പായിട്ടും അന്തരംഗ ഭാവങ്ങളുടെ ഭാവനാബലമായിട്ടും ഉള്ളത് ഈ ജ്ഞാനം തന്നെയാണ്. ജ്ഞാനവും ജ്ഞേയവും എന്ന് വെച്ചാൽ അറിവും അറിയപ്പെടേണ്ടതും യുഗപദ് വേദനാത്ത് ഒരുമിച്ച് അറിയപ്പെടുന്നത് കൊണ്ട് ജ്ഞാനജ്ഞേയയോർ ഏകരൂപത. ജ്ഞാനവും ജ്ഞേയവും, നോളജ് ആൻഡ് ഓബ്ജക്ട്സ് എന്ന് പറയുന്ന അറിവും അറിയപ്പെടുന്നവയും ഒന്നു തന്നെയാണ്. അവ തമ്മിൽ ഭേദമില്ല, കാണുന്നതൊക്കെ ചിത്സ്വരൂപം മാത്രമാണ് എന്ന് സാരം. ഈ ചിത്ശക്തി വിലാസം പല രീതിയിലും തന്ത്രങ്ങളിലും ആചാര്യന്മാരുടെ രചനകളിലും പറഞ്ഞിട്ടുണ്ട്. കാശ്മീര ശൈവത്തിൻ്റെ ത്രികാദർശനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കുറച്ചും കൂടിയും സൂക്ഷ്മമായ പര, പരാപര, അപര എന്നുള്ള ത്രിശൂലത്തിൻ്റെ 3 അഗ്രങ്ങളും സൂചിപ്പിക്കുന്ന 3ആയി ചിത്ശക്തി വികസിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതും ഇവിടെ ചെറുതായി ഒന്ന് വിവരിക്കാം. ശൈവതന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ത്രിശൂലത്തിൻ്റെ തത്വം. ത്രിശൂലത്തിൻ്റെ 3 കൂർത്ത മുനകൾ, അറ്റങ്ങൾ പ്രതിനിധീകരിക്കുന്നത് 3 ശക്ത്യംശങ്ങളെയാണ്. തന്മധ്യേതു പരാദേവി, ദക്ഷിണേതു പരാപര, അപരാ വാമശൃംഗേതു. മധ്യത്തിലുള്ള മുന പരാദേവി, വലതുവശത്തെ അഗ്രം പരാപരാദേവി, ഇടത്തെ അറ്റം അപരാദേവി. എന്താണ് ഈ പര, പരാപര, അപര എന്ന സംജ്ഞകളുടെ അർത്ഥം? പൂർണ്ണമായ സംവിദ്ദാണ് ശ്രീ പരമേശ്വരന്റെ സ്വഭാവം. പരമേശ്വര പൂർണ്ണ സംവിദ് സ്വഭാവ, പൂർണ്ണത ഏവ അസ്യ ശക്തി. സംവിദ് അഥവാ ചിദ് എന്നറിയപ്പെടുന്ന ആ പൂർണ്ണത, അതാണ് ശക്തി എന്ന് അറിയപ്പെടുന്നത്. കാശ്മീര ശൈവത്തിൻ്റെ ക്രമസിദ്ധാന്ത പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം മുഴുവനും ശ്രീ പരമേശ്വരന്റെ ശക്തിയാണ്. എന്നാൽ സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥയിൽ ആദ്യമായി ആ സംവിത് ശക്തി വികസിക്കുമ്പോൾ ബീജാങ്കുരാവസ്ഥ, കിഞ്ചിതുച്ഛൂനാവസ്ഥ എന്നൊക്കെ പറയുന്ന സൃഷ്ടിക്ക് സന്നദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ പാരമാർത്ഥിക ദശയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ശക്തിയാണ് പര. നന്നായി മനസ്സിലാക്കണം. പാരമാർത്ഥിക ദശയുടെ ഭാഗമായി ഇരിക്കുന്ന ശക്തി പര, പര, പരാപര, അപര എന്നീ 3 ആദ്യത്തേത്. അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പരാസംവിത് സ്വരൂപ വിമർശ ശക്തി. ബിംബ പ്രതിബിംബവാദമാണ് കാശ്മീര ശിവദർശനത്തിൻ്റേത്. അതായത് ജഗത് സൃഷ്ടി ശ്രീ പരമേശ്വരന്റെ പ്രതിബിംബമാണ് എന്ന് നേരത്തെ തന്നെ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. 36 തത്വങ്ങളായിട്ടുള്ള അർത്ഥപ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ ആദ്യത്തെ 5, അതായത് ശിവതത്വം, ശക്തിതത്വം, സദാശിവതത്വം, ഈശ്വരതത്വം, പിന്നെ ശുദ്ധവിദ്യാ തത്വം എന്നീ 5ഉം ശുദ്ധ സൃഷ്ടി അല്ലെങ്കിൽ ശുദ്ധ അധ്വ എന്ന് അറിയപ്പെടുന്നവയാണ്. പാരമാർത്ഥിക തലത്തിലാണ് ഈ ആദ്യത്തെ 5ഉം. 6ാമത്തെ മായാതത്വം മുതൽക്കുള്ളതാണ് വ്യാവഹാരിക ദശയെ പ്രതിനിധീകരിക്കുന്ന അശുദ്ധ സൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പരാശക്തിയുടെ പരിണാമത്തിൽ, അതായത് പര, പരാപര, അപര എന്നീ 3 വിധേനയുള്ള വികസനത്തിൽ പാരമാർത്ഥിക ദശയിൽ നിന്നും വിടുകയും എന്നാൽ വ്യാവഹാരിക ദശയുടെ സൃഷ്ടിയിൽ എത്താതെയും നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് മുമ്പ് അർത്ഥപ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഭാഗത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. 36 തത്വങ്ങളുടെ സൃഷ്ടിയിൽ ശുദ്ധ അശുദ്ധ സൃഷ്ടികളുടെ മധ്യത്തിലുള്ള സ്ഥിതി, പാരമാർത്ഥിക ദശയുടെ അഭേദ അവസ്ഥയും വ്യാവഹാരിക ദശയുടെ ഭേദ അവസ്ഥയും കലർന്ന ഭേദ അഭേദസ്ഥിതി, ഭേദാഭേദസ്ഥിതി. ഒന്നും കൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. പ്രപഞ്ച ദൃശ്യം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണല്ലോ, അത് ഭേദവും അഭേദവും കൂടിയതാണ്. ഉദാഹരണത്തിന്
കണ്ണാടിയിൽ തെളിയുന്ന പ്രതിബിംബവും ആ കണ്ണാടിയും തമ്മിൽ ഒരു ഭേദവുമില്ല, അല്ലേ? രണ്ടും അഭേദമാണ്. എന്നാൽ ആ പ്രതിബിംബം കണ്ണാടിയിൽ എപ്പോഴുമില്ല. കാണുന്ന ആള് ആ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നാൽ മാത്രമേ കണ്ണാടിയിൽ ആ പ്രതിബിംബം പ്രത്യക്ഷമാവുന്നുള്ളൂ. അതുകൊണ്ട് ആ പ്രതിബിംബം കണ്ണാടിയിൽ നിന്നും ഭിന്നമാണ്, ഭേദവുമാണ്. അതാണ് ഭേദ അഭേദം, ഭേദാഭേദം എന്ന് പറയുന്നത്. ഈ ഉദാഹരണത്തിൽ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടിയുടെ മധ്യാവസ്ഥയിൽ വ്യാവഹാരിക സത്തയുടെ പൂർണ്ണ ആവിർഭാവത്തിന് മുമ്പായിട്ട് ഉള്ള ഈ അവസ്ഥയിൽ ചിത് ശക്തി പരാപര, അതായത് പര അപര രണ്ടും കൂടിയത് എന്ന് അറിയപ്പെടുന്നു. അതാണ് രണ്ടാമത്തേത്, പരാപരാദേവി. പ്രപഞ്ചം എന്ന പദാർത്ഥത്തിന് വേറിട്ട രൂപം, വേറിട്ട പരിമാണം, സ്വാഭാവികത്വം എല്ലാം ഉണ്ടാകുന്നത് മായാതത്വത്തിന്റെ സൃഷ്ടിയോടെയാണ്. മായയുടെ പ്രവേശനത്തിലൂടെയാണ് ഈ ഭേദം പൂർണ്ണമാകുന്നത്. 36 തത്വങ്ങളിൽ അവസാനത്തെ പൃഥിവി തത്വം കൂടി സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ പൂർണ്ണമായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ വ്യാവഹാരിക ദശയുടെ ഭേദഭാവം പൂർണ്ണമായി കഴിഞ്ഞ ആ ശക്തിയാണ് അപരാശക്തി എന്ന് പറയുന്നത്. അതായത് പാരമാർത്ഥിക ദശയിൽ നിന്നും കടന്ന് വ്യാവഹാരികമായ ഈ പ്രപഞ്ചത്തിന്റെ ജീവജാലങ്ങളുടെ ചിത്തായും പഞ്ചഭൂതങ്ങളുടെ സ്വഭാവമായും ചര അചര പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ശക്തി. പ്രപഞ്ചാവസ്ഥയെ, ഈ വ്യാവഹാരികമായ ലോകത്തിന്റെ ഗതിയെ ചിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്ന ത്രിപുരയാണ് പരാശക്തിയുടെ അപരാസ്വരൂപം. യദ്വാ ത്രിഭ്യോ വേദ്യവിത്തി വേദിതൃഭ്യ വിഭാഗരഹസ്യ ആഖ്യേഭ്യം ച പുരാഭൂതത്വാത് ത്രിപുരേത്യുച്യതേ. അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ ത്രിപുടി മുതലായവയെ 3ആയി സൃഷ്ടിച്ചതിന്റെ രഹസ്യം സൃഷ്ടിക്ക് മുമ്പേ വിധാനം ചെയ്തവളും അറിയുന്നവളും ആയതുകൊണ്ട് ത്രിപുര. ഈ വിഷയം ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിന്റെ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതാണ് വ്യാവഹാരിക ദശയെ ചലിപ്പിക്കുന്ന അപരാശക്തി. ഈ വ്യാവഹാരിക ദശയിൽ ശ്രീപരമേശ്വരൻ മായയുടെ ആവരണം സ്വീകരിച്ച് കൂടസ്ഥ ചൈതന്യമായി, അതായത് അണുക്കളായ ജീവന്മാരുടെ ജീവാത്മാവായും പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും പരിണാമം സ്വീകരിച്ച് പ്രതിബിംബഭാവത്തിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ ത്രിശൂലരൂപം പ്രതീകമായിട്ടുള്ള പര, പരാപര, അപര എന്നീ 3 ശക്തിയവസ്ഥകളും പരശിവാഭിന്ന പരാപാരമേശ്വരിയായ വിമർശശക്തിയിൽ നിന്നും ചിത് ശക്തിയായി വികസിക്കുന്ന 3 ഘട്ടങ്ങളെ ദ്യോതിപ്പിക്കുന്നു എന്നും പറയാം, കാശ്മീര ശൈവത്തിന്റെ കാളീക്രമ സിദ്ധാന്തം അനുസരിച്ച്. ശ്രീ കാമകലാവിലാസത്തിലെ രീതിയാണ് ഈ 3 ബിന്ദുക്കളായി വികസിക്കുന്ന ഈ വിവരണം. ശ്രീവിദ്യോപാസകരായ നമ്മുടെ എല്ലാവരുടെയും ഉപാസ്യ പരദേവതയായി ഇരിക്കുന്ന 4ാമത്തെ ഒഡ്യാണ പീഠസ്ഥിതയായ ശ്രീ മഹാത്രിപുരസുന്ദരി തന്നെയാണ് സൃഷ്ടികാര്യമായ പ്രപഞ്ചരൂപത്തിലുള്ള ചിത്ശക്തിയും സൃഷ്ടികാരണമായ പരശിവ സംവിത് സ്വരൂപിണിയായ വിമർശരൂപ പരാശക്തിയും എന്നതാണ് ഈ 14ാം ശ്ലോകത്തിന്റെ മറ്റൊരു സൂക്ഷ്മാർത്ഥം. കാര്യത്തിൻ്റെയും കാരണത്തിൻ്റെയും സ്വാമിനി ആയതുകൊണ്ടാണ് ശ്രീചക്ര പ്രഥമ ത്രികോണത്തിന്റെ മധ്യത്തിൽ ഒഡ്യാണ പീഠം സങ്കല്പിച്ചിരിക്കുന്നത്. അത് കാരണസ്ഥാനമായ ബിന്ദുവുമാണ്, കാര്യസ്ഥാനമായ ത്രികോണ മധ്യവുമാണ്. ത്രികോണ മധ്യത്തിനും ബിന്ദുവിനും തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം കൂടി ഇവിടെ ധ്വനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സർവസിദ്ധിപ്രദ ചക്രത്തിന്റെ അതിരഹസ്യ യോഗിനിക്കും സർവാനന്ദമയ ചക്രത്തിന്റെ പരാപര രഹസ്യ യോഗിനിക്കും തമ്മിലുള്ള വ്യത്യാസം എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ശ്രീ കാമകലാവിലാസത്തിലെ 8ാമത്തെ ശ്ലോകം വരെ കാമകലാ സ്വരൂപം വിവരിച്ചതിന് ശേഷം 9ാമത്തെ ശ്ലോകത്തിൽ മഹാബിന്ദുവിന്റെ വികാസത്തിന്റെ അടുത്ത ഘട്ടമായിട്ട് പരാവാക്കും, പരാവാക്കിന്റെ നാദത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ വർണ്ണസംഭൂതി, അതായത് ബീജസ്വരൂപ മാതൃകാക്ഷരങ്ങൾ ഉദ്ഭവിച്ചു എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ ശബ്ദസൃഷ്ടിയുടെ സൂചന. അടുത്ത 10ാമത്തെ ശ്ലോകത്തിൽ ഈ ബീജങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ വരെയുള്ള അർത്ഥപ്രപഞ്ച സൃഷ്ടി ഉണ്ടായി എന്നും പറഞ്ഞു. 11ാം ശ്ലോകത്തിൽ മന്ത്രം, ദേവത, ഉപാസകൻ തമ്മിലുള്ള അഭേദമാണ് വ്യക്തമാക്കിയത്.
പിന്നെ 12ാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന ശിവശക്തി ബിന്ദുക്കൾ 3 ബീജങ്ങളുടെ രൂപത്തിൽ ത്രികോണമായി വികസിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ദ്യോതിപ്പിക്കുന്നു എന്ന് വിവരിച്ചു. പിന്നെ 13, 14 ശ്ലോകങ്ങളിൽ ത്രിപുടിയായും മുമ്മൂന്നായും ഉള്ള വികസനം തുടരുന്നു എന്നും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ സംഗതികളുടെ വിഷയസാരം ഒന്ന് സംക്ഷേപിച്ച് പറഞ്ഞതാണ്. ഇനി അടുത്ത 15ാമത്തെ ശ്ലോകത്തിൽ പഞ്ചപഞ്ചീകരണം വിവരിക്കുകയാണ്. അത് നോക്കാം. 15ാം ശ്ലോകം. ശബ്ദസ്പർശൗ രൂപം രസഗന്ധൗ ചേതി ഭൂതസൂക്ഷ്മാണി വ്യാപകമാദ്യം വ്യാപ്തം തൂത്തരമേവം ക്രമേണ പഞ്ചദശ. അപ്പോൾ പദങ്ങളുടെ അർത്ഥം നോക്കാം. ആദ്യം ശബ്ദസ്പർശൗ രൂപം രസഗന്ധൗ ച ഇതി. ശബ്ദവും സ്പർശവും രൂപവും രസം ഗന്ധം എന്നീ രണ്ടും ഇങ്ങനെ 5ഉമാണ് ഭൂതസൂക്ഷ്മാണി, സൂക്ഷ്മഭൂതങ്ങൾ എന്ന് അറിയപ്പെടുന്നവ. ഭൂതസൂക്ഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂതഗുണങ്ങൾ, അതായത് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. ഇവയിൽ വ്യാപകം ആദ്യമുള്ളത് വ്യാപകവും വ്യാപ്തം തു ഉത്തരം. തുത്തരം എന്നുള്ളത് തു ഉത്തരം ആണ്. വ്യാപ്തം തു ഉത്തരം, ഒടുവിലുള്ളത് വ്യാപ്തവുമാണ്. ഏവം ക്രമേണ പഞ്ചദശ, ഇങ്ങനെ യഥാക്രമം 15 ആണ്. അർത്ഥസൃഷ്ടിയിൽ എങ്ങനെയാണ് ഓരോ സൂക്ഷ്മഭൂതത്തിൻ്റെയും ഗുണം അടുത്തു വരുന്ന സ്ഥൂലഭൂതത്തിൻ്റെ കൂടി ഗുണമാവുന്നത് എന്ന് പറയാണ്. വേദാന്ത പ്രകരണങ്ങളിൽ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ വിഷയം. ശ്രീ വിദ്യാരണ്യ മുനിയുടെ പഞ്ചദശി എന്നറിയപ്പെടുന്ന വേദാന്ത പ്രകരണ ഗ്രന്ഥത്തിൽ പഞ്ചഭൂത വിവേകം എന്ന ഉപപ്രകരണത്തിൽ വിവരിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് ഇവിടെ വിശദീകരിക്കാം. ശബ്ദസ്പർശൗ രൂപരസൗ ഗന്ധോ ഭൂതഗുണ ഇമേ ഏകദ്വിത്രിചതുഃപഞ്ചഗുണാഃ വ്യോമാദിഷു ക്രമാത്. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയാണ് പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ. നമ്മൾ അറിയുന്നതാണ് പഞ്ചതന്മാത്രകൾ. ശബ്ദം ആകാശത്തിൻ്റെയും, സ്പർശം വായുവിൻ്റെയും, രൂപം അഗ്നിയുടെയും, രസം ജലത്തിൻ്റെയും, ഗന്ധം ഭൂമിയുടെയും ഗുണങ്ങളാണ്. ആകാശത്തിലുള്ളത് ശബ്ദം എന്ന ഗുണം മാത്രമാണ്. വായുവിൽ ആകാശത്തിൻ്റെ അംശവുമുള്ളത് കൊണ്ട് വായുവിൽ ശബ്ദവും പിന്നെ വായുവിൻ്റെ ഗുണമായ സ്പർശവും രണ്ടും ഉണ്ട്. അഗ്നിയുടെ ഗുണം രൂപമാണ്. എന്നാൽ അഗ്നിയിൽ ആകാശവും വായുവും കലർന്നിട്ടുള്ളത് കൊണ്ട് അഗ്നിയിൽ ശബ്ദം, സ്പർശം, രൂപം 3ഉം അഗ്നിയുടെ ഗുണങ്ങളാണ്. ജലത്തിൻ്റെ ഗുണം രസമാണ്. പക്ഷെ ജലത്തിൽ ആകാശം, വായു, അഗ്നി എന്നുള്ള 3 ഭൂതങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ജലത്തിൽ ആകെ 4 ഗുണങ്ങളുമുണ്ട്. അവസാനത്തെ ഭൂതമാണ് ഭൂമി. അതിൽ ബാക്കി 4 ഭൂതങ്ങളുടെ അംശവുമുള്ളത് കൊണ്ട് ഭൂമിയുടെ ഗന്ധമടക്കം എല്ലാ 5 ഗുണങ്ങളും ഭൂമിയിലുണ്ട്. എങ്ങനെയാണ് ഈ ഓരോ ഭൂതത്തിൻ്റെയും ഗുണങ്ങൾ വെളിപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്. പ്രതിധ്വനി വിയച്ഛബ്ദോ വായൗ ബീസീതി ശബ്ദനം അനുഷ്ണാശീത സംസ്പർശോ വഹ്നൗ ഭുഗഭുഗധ്വനി ഉഷ്ണഃ സ്പർശഃ പ്രഭാരൂപം ജലേ ബുലുബുലുധ്വനി ശീതഃ സ്പർശഃ ശുക്ലരൂപം രസോ മാധുര്യമീരിതം ഭൂമൗ കടകടാശബ്ദഃ കാഠിന്യം സ്പർശ ഇഷ്യത്തെ നീലാദികം ചിത്രരൂപം മധുരാംലാദികോ രസഃ സുരഭീതര ഗന്ധൗ ദ്വൗ ഗുണാഃ സമ്യക് വിവേചിതാഃ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രതിധ്വനി വിയത് ശബ്ദോ, ആകാശത്തിൽ ശബ്ദഗുണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പ്രതിധ്വനിയുടെ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. എക്കോ എന്ന് പറയുന്ന മാറ്റൊലിയുടെ രൂപത്തിലാണ് ആകാശത്തിൻ്റെ ശബ്ദഗുണം അറിയപ്പെടുന്നത്. വായൗ ബീസീതി ശബ്ദനം അനുഷ്ണ അശീത സംസ്പർശം. വായുവിൽ ശബ്ദവും സ്പർശവും ആണുള്ളത്. കാറ്റടിക്കുമ്പോൾ ബ്സീന്നൊരു ശബ്ദം കേൾക്കുന്നു. അതോടുകൂടി കാറ്റ് മേൽ തട്ടുമ്പോൾ അനുഷ്ണ അശീത സ്പർശ, തണുപ്പും ചൂടുമല്ലാത്ത ഒരു സ്പർശം നമുക്ക് അനുഭവമാവുന്നുണ്ട്. അതാണ് ശബ്ദം, സ്പർശം രണ്ടും വായുവിൻ്റെ ഗുണങ്ങളായി അറിയപ്പെടുന്നത്. പിന്നെ വഹ്നൗ ഭുഗഭുഗധ്വനി ഉഷ്ണഃ സ്പർശഃ പ്രഭാരൂപം.
അഗ്നിയിൽ 3 ഗുണങ്ങളാണ് ഉള്ളത്: ശബ്ദം, സ്പർശം, രൂപം. അല്ലേ? ഭുഗധ്വനി, തീയ് ആളിക്കത്തുമ്പോൾ കേൾക്കുന്ന ശബ്ദം, ഭുഗ് ഭുഗ് എന്നുള്ള ഒരു ശബ്ദം. അതിൻ്റെ സ്പർശം എന്ന് പറയുന്നത് നമ്മൾ തൊടുമ്പോൾ ചുടുന്നത്. പിന്നെ അഗ്നിയുടേതായിട്ടുള്ള ഗുണം അതിൻ്റെ രൂപം, ഇരുട്ടിലും കൂടി കാണാവുന്ന അതിൻ്റെ ജ്വലിക്കുന്ന പ്രകാശം, അതാണ് രൂപം. പിന്നെ ജലേ ബുലുബുലുധ്വനി ശീതഃ സ്പർശഃ ശുക്ലരൂപം രസോ മാധുര്യമീരിതം. ജലത്തിന് 4 ഗുണങ്ങളാണുള്ളത്. അത് നാവിൽ തട്ടുമ്പോൾ ഉള്ള രുചി, അതാണ് രസം. വെള്ളം ഒഴുകുമ്പോഴുമൊക്കെ കേൾക്കുന്ന ബുളുബുളു എന്നുള്ള ധ്വനി, വെള്ളം ശരീരത്തിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ശൈത്യം, പിന്നെ അതിൻ്റെ തെളിഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രൂപം, അല്ലെങ്കിൽ അതിൻ്റെ നുരയ്ക്കും പതയ്ക്കുമൊക്കെ ഉള്ള വെളുത്ത നിറം. ഇങ്ങനെ ഭൂമൗ കടകടാ ശബ്ദ കാഠിന്യം സ്പർശമിഷ്യത്തെ നീലാധികം ചിത്രരൂപം മധുരാംലാദികോ രസഃ സുരഭി ഇതര ഗന്ധൗ ദ്വൗ ഗുണാഃ സമ്യക് വിവേചിതാഃ. ഭൂമൗ കടകടാ ശബ്ദ, ഭൂമിയിൽ വസ്തുക്കൾ തമ്മിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന കടകട മുതലായുള്ള ശബ്ദം. പിന്നെ തൊടുമ്പോൾ തോന്നുന്ന കാഠിന്യം, അത് ബാക്കി 4 ഭൂതങ്ങൾക്കും ഇല്ലാത്തതാണ്. ജലം, വായു, അഗ്നി ഇവ ഒന്നിനും ആ കാഠിന്യമില്ല, ഭൂമിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നീലം മുതലായ വിവിധ വർണ്ണങ്ങളോട് കൂടിയുള്ള ഈ ഭൂമിയിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രൂപങ്ങൾ. മധുരം, പുളി മുതലായ രുചി. പിന്നെ ഭൂമിയുടേതായിട്ടുള്ള മണം, പലതര വസ്തുക്കൾക്കുമുള്ള പലതരത്തിലുള്ള ഗന്ധം. സുരഭി ഇതര ഗന്ധം, 2 തരമായിട്ടാണ് ഗന്ധം പിരിച്ചിരിക്കുന്നത്. നല്ലതും നല്ലതല്ലാത്തതുമായ 2 തരം ഗന്ധം. അതായത് മൂക്കിൽ കൂടി വലിച്ച് അറിയാൻ സാധിക്കുന്നതും അങ്ങനെ അറിയാൻ സാധിക്കാത്ത ദുസ്സഹമായതുമായ ഗന്ധം. ഈ 5ഉമാണ് അപ്പോൾ ഭൂമിയുടെ ഗുണങ്ങൾ. അപ്പോൾ ആകാശത്തിന് 1 ഗുണം, വായുവിന് 2 ഗുണം, അഗ്നിക്ക് 3 ഗുണം, ജലത്തിന് 4 ഗുണം, ഭൂമിക്ക് 5 ഗുണം. അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ ആകെ കൂട്ടുമ്പോൾ 15 ആകുന്നു. 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15. അപ്പോൾ നമ്മൾ നോക്കുന്ന ഈ 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യാപകമാദ്യം വ്യാപ്തം തു ഉത്തരം ഏവം ക്രമേണ 15 എന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്താണ്? ആദ്യത്തെ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം വ്യാപകം, അത് വീണ്ടും ശബ്ദവും സ്പർശവും ആകുന്നത് വ്യാപ്തം. പിന്നെ ശബ്ദവും സ്പർശവും വ്യാപകം, അത് വീണ്ടും ശബ്ദം, സ്പർശം, രൂപം എന്നാവുന്നത് വ്യാപ്തം. ഇങ്ങനെ പൂർവഭൂതങ്ങളുടെ ഗുണം വ്യാപകവും ഉത്തരഭൂതങ്ങളുടെ ഗുണങ്ങൾ വ്യാപ്തവുമായി വികസിച്ച് ആകെ 15 ഗുണങ്ങളാവുന്നു എന്ന് അർത്ഥം. പഞ്ചീകരണത്തിലൂടെ ഗുണങ്ങൾ അംശീകരിച്ച് ആകെ 15 ആകുന്നു എന്ന് അർത്ഥം. ഈ ശ്ലോക വിവരണം ഇത്ര തന്നെയുള്ളൂ, കൂടുതലായിട്ടൊന്നും വിശദീകരിക്കാനില്ല. കാരണം ഇതിൻ്റെ അടുത്തതായി വരാൻ പോകുന്ന 16ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു മുന്നോടിയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇനി 16ാമത്തെ ശ്ലോകം നോക്കാം. 16ാമത്തെ ശ്ലോകം: പഞ്ചദശാക്ഷരരൂപാ നിത്യാ ചൈഷാഹി ഭൗതികാഭിമതാ നിത്യാ ശബ്ദാദിഗുണ പ്രഭേദ ഭിന്നാസ്തധാനയാ വ്യാപ്താഃ. അപ്പോൾ നമുക്ക് സന്ധി പിരിച്ച് ഇതിലെ കൂട്ടക്ഷരങ്ങൾ പിരിച്ച് പറയാം. പഞ്ചദശ അക്ഷര രൂപ നിത്യാ ച ഏഷാഹി ഭൗതിക അഭിമതാ നിത്യാഃ ശബ്ദാദിഗുണ പ്രഭേദ ഭിന്നാഃ തഥാ അനയാ വ്യാപ്താഃ. ഭിന്നാസ്തഥാനയ എന്നുള്ളത് ഭിന്നാഃ തഥാ അനയ എന്ന് പിരിക്കണം. ഇനി ഇതിൻ്റെ അന്വയക്രമം ഒന്ന് ശ്രദ്ധിക്കണം. 2ാമത്തെ വരിയിലെ നിത്യാ ച ഏഷ, അതിലെ ഏഷ തൊട്ട് തുടങ്ങണം. ഏഷ ഹി ഭൗതിക അഭിമത. പിന്നെ അടുത്ത വരിയിലെ നിത്യാഹ കഴിഞ്ഞിട്ടുള്ള ശബ്ദാദി ഗുണ പ്രഭേദ ഭിന്നാഹ. പിന്നെ ആദ്യത്തെ വരിയിലെ പഞ്ചദശാക്ഷര രൂപ. പിന്നെ ഏറ്റവും അവസാനത്തെ വരിയിലെ തഥ. വീണ്ടും 2ാമത്തെ വരിയിലെ നിത്യാ ച. പിന്നെ അവസാനത്തെ 2 വാക്ക് അനയാ വ്യാപ്താഹ. പിന്നെ നിത്യാഹ എന്നുള്ള ബഹുവചനത്തിലുള്ള നിത്യ. ഇതാണ് ഇതിൻ്റെ അന്വയക്രമം. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പദഘടന അറിയാനാണ്.
ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ അന്വയം ചെയ്താൽ ചിലപ്പോൾ അർത്ഥം തന്നെ മാറിയെന്ന് വരും. അതാണ് സംസ്കൃത ശ്ലോകങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഏഷാ ഹി ഭൗതിക അഭിമത ശബ്ദാദി ഗുണപ്രഭേദ ഭിന്നാഹ പഞ്ചദശാക്ഷര രൂപ തഥാ നിത്യാച അനയാ വ്യാപ്ത നിത്യാഹ. ഈ രീതിയിൽ അന്വയിച്ച് വേണം ഈ ശ്ലോകത്തിന്റെ അർത്ഥം കാണാൻ. അപ്പോൾ ഇനി നമുക്ക് അർത്ഥം നോക്കാം. ഏഷ, ഈ ചിത് ശക്തിയാകുന്നവൾ, അതായത് മഹാബിന്ദു സ്വരൂപത്തിൽ ശിവതത്വം, ശക്തിതത്വം എന്നിങ്ങനെ തുടങ്ങി 36 തത്വങ്ങളായി വികസിച്ച് ഒടുവിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പൂർണ്ണതയിലേക്ക് എത്തുന്ന പഞ്ചമഹാഭൂതങ്ങളായും വ്യാപിച്ചിരിക്കുന്ന മഹാബിന്ദു സ്വരൂപിണിയായ പരാശക്തി ഇവിടെ ചിദ്വല്ലിയിൽ കൂടസ്ഥ നിത്യ എന്നൊരു വിശേഷനാമം ചിത്ശക്തിക്ക് പറയുന്നുണ്ട്. ചിദ്വല്ലി വ്യാഖ്യാനത്തിൽ ശ്രീ നടനാനന്ദനാഥർ പറയുന്നത് കൂടസ്ഥ തരംഗ ബുദ്ബുദ ഫേനാനാം അംബുധിരിവ സകലതത്വ ആവിർഭാവ ഭൂമി ഇത്യർത്ഥ എന്നാണ്. അതായത് തിരമാലകളുടെ കൂട്ടം, നീർപ്പോളകൾ, നുരഞ്ഞു പൊങ്ങുന്ന പത, ഇങ്ങനെയൊക്കെ വിവിധ രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമുദ്രം പോലെ സകല തത്വങ്ങളും ഉണ്ടാകുന്ന, സകല തത്വങ്ങളും ആവിർഭവിക്കുന്ന അടിത്തറയായി ഇരുന്നു കൊണ്ട് ചിത് ശക്തി കൂടസ്ഥ എന്ന് അറിയപ്പെടുന്നു. സകല തത്വ ആവിർഭാവ ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂടസ്ഥ ചിത് ശക്തി അനാദിയും അനന്തയും ആയതുകൊണ്ട് കൂടസ്ഥ നിത്യ. നിത്യാഷോഡശി കാർണവത്തിന് ഭാഷ്യം രചിച്ച ഒരു ആചാര്യനാണ് ശ്രീ ശിവാനന്ദനാഥാചാര്യർ. ഋജുവിമർശനി എന്നാണ് ആ വ്യാഖ്യാനത്തിന്റെ പേര്. ഋജുവിമർശനിയിലെ ആദ്യത്തെ മംഗളാചരണ ശ്ലോകം ഇങ്ങനെയാണ്: ശിവാദിക്ഷിതിപര്യന്തം ഷട്ത്രിംശത് തത്വസഞ്ചയാഃ യസ്യോർമിർ ബുദ്ബുദാഭാവാസ്തം വന്ദേ ചിന്മഹോദധിം. തം വന്ദേ ചിന്മഹോദധിം. തം ചിന്മഹോദധിം വന്ദേ. ആ ചിത്താകുന്ന മഹാസമുദ്രത്തെ ഞാൻ വണങ്ങുന്നു. യസ്യ ഊർമിഹി ബുദ്ബുദാഭാവാഃ. ആ ഏതൊരു മഹാസമുദ്രത്തിൻ്റെ തിരമാലകൾ പോലെയും പദാനുര കുമിളകൾ പോലെയും ഉള്ള ശിവാദി ക്ഷിതിപര്യന്ത ഷട്ത്രിംശത് തത്വസഞ്ചയാഃ. ശിവാദി ഭൂമി പര്യന്തമുള്ള 36 തത്വങ്ങളുടെ സഞ്ചയം, സമഷ്ടി രൂപം കാണപ്പെടുന്നുവോ ആ ചിന്മഹോദധിയെ, ചിത് സമുദ്രം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരിയെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. കൂടസ്ഥ നിത്യ എന്ന് പറയുന്ന അതേ ഭാവം തന്നെയാണ് ഈ സ്തുതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വ്യാപക വ്യാപ്തി വിമർശം എന്ന് പറയും. വ്യാപിക്കുന്നതിൻ്റെ ദേശവും കാലവും അനന്തമാണ്, അതാണ് സമുദ്രം. വ്യാപ്തത്തിൻ്റെ ദേശകാലങ്ങൾ കുറവാണ്, അതാണ് ഓളങ്ങളും നുരകളും നീർപ്പോളകളും ഒക്കെ ഉണ്ടായി മറിയുന്നത്. മഹാപ്രളയത്തിൽ നശിക്കുന്ന 36 തത്വങ്ങൾക്കും അതീതയായ ശിവശക്തി ഐക്യരൂപിണിയാണ് ശ്രീ മഹാത്രിപുരസുന്ദരി. അതാണ് ദേശവ്യാപകം. ഇനി കാലവ്യാപകത്തിൽ മഹാനിത്യയാണ് ശ്രീ മഹാത്രിപുരസുന്ദരി. അത് അടുത്ത 17ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഏഷാ ഹി, ഏഷ കൂടസ്ഥനിത്യയായ ആ മഹാത്രിപുരസുന്ദരി, ഹി ഏതൊരു കാരണത്താൽ ഭൗതിക അഭിമത. ഭൗതിക എന്ന് വെച്ചാൽ ഭൂതത്തെ സംബന്ധിച്ചത്, ഭൂതത്തെ സംബന്ധിച്ച ഭൂതഗുണങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഏതൊരു കാരണത്താൽ ഗുണങ്ങളോട് കൂടിയ തന്മാത്രകളുടെ സംബന്ധിനിയായി അംഗീകരിക്കപ്പെട്ടുവോ എന്ന് വെച്ചാൽ അർത്ഥപ്രപഞ്ച സൃഷ്ടിയിൽ അഭിന്നയായി സ്ഥിതി ചെയ്യുന്നുവോ ആ കാരണത്താൽ തന്നെ ശബ്ദാദി ഗുണപ്രഭേദ ഭിന്നാഹ. ശബ്ദാദി ഗുണങ്ങളുടെ ഭേദം കൊണ്ട് ഭിന്നങ്ങളായി ഇരിക്കുന്ന, ഇവിടെ ശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദപ്രപഞ്ചം എന്നൊന്നും വിചാരിച്ചു പോകരുത്, ആകാശത്തിൻ്റെ ഭൂതഗുണം അഥവാ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം എന്നാണ് അർത്ഥം. അപ്പോൾ ശബ്ദം മുതലായുള്ള ഗുണങ്ങളാൽ ഭിന്നങ്ങളായിരിക്കുന്ന പഞ്ചദശാക്ഷര രൂപ, 15 ബീജാക്ഷരങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവളായി ഇരിക്കുന്നു. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 15 ബീജങ്ങളുടെ സ്വരൂപത്തോടു കൂടി ഇരിക്കുന്നു. മാത്രല്ല തഥാ അപ്രകാരം തന്നെ നിത്യാച 16ാമത്തെ മഹാനിത്യ സ്വരൂപിണിയായും സർവാധാര സ്വരൂപയായ കൂടസ്ഥ നിത്യയായും അനയ ആ മഹാനിത്യയാകുന്ന ഷോഡശി നിത്യയാൽ
ശ്രീ മഹാത്രിപുരസുന്ദരിയാൽ നിത്യാഹ, ഇത് ബഹുവചനമാണ്, നിത്യാഹ കാമേശ്വരി, ഭഗമാലിനി മുതലായ 15 നിത്യാദേവികളും വ്യാപ്താഹ വ്യാപിക്കപ്പെട്ടവരായും ഇരിക്കുന്നു. ആ കൂടസ്ഥ നിത്യയാൽ 15 തിഥിനിത്യകളും വ്യാപിക്കപ്പെട്ടവരായിരിക്കുന്നു. അതാണ് അനയാ നിത്യാഹ വ്യാപ്താഹ എന്നതിൻ്റെ അർത്ഥം. ആരൊക്കെയാണ് ഈ 15 നിത്യാദേവികൾ? കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വഹ്നിവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര വരെ 15 നിത്യകൾ. മഹാനിത്യ 16ാമത്തെ ഷോഡശി. അപ്പോൾ നേരത്തെ 11ാമത്തെ ശ്ലോകത്തിൽ വിദ്യാദൈവതയോഹോ അപി നഭേദലേശോ അസ്തി, അതായത് മന്ത്രത്തിനും മന്ത്രദേവതയായ പരാശക്തി ശ്രീ മഹാത്രിപുരസുന്ദരിക്കും ലവലേശം പോലും ഭേദം, വ്യത്യാസമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഈ ശ്ലോകത്തിൽ ആ മന്ത്രം, അതായത് ശ്രീവിദ്യാമന്ത്രമായ പഞ്ചദശാക്ഷരി മന്ത്രം ജഗത് സൃഷ്ടിയുടെ വേളയിൽ തന്മാത്രകളുടെ സമഷ്ടിയാകുന്ന 15 ഗുണങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭൗതിക അഭിമത 15 അക്ഷര രൂപ. അതിൻ്റെ അർത്ഥം ഇതാണ്, ഭൂതഗുണങ്ങളായുള്ള വ്യാപകം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സാരം ആയിട്ടുള്ള അർത്ഥം ഇങ്ങനെയാണ്. ശ്രീ പഞ്ചദശാക്ഷരി മന്ത്രസ്വരൂപിണിയാണ് പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരി. അത് നേരത്തെ 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ പഞ്ചദശി മന്ത്രമാവട്ടെ ആകാശഗുണമാകുന്ന ശബ്ദം മുതലായുള്ള 15 ഭൂതഗുണങ്ങളുടെ രൂപമായി 15 ബീജങ്ങളായി രൂപം കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 15 തിഥിസ്ഥാനീയകളായ കാലസ്വരൂപികളായ നിത്യാദേവികളായും വ്യാപിച്ചിരിക്കുന്ന 16ാമത്തെ കൂടസ്ഥ മഹാനിത്യയും ശ്രീ മഹാത്രിപുരസുന്ദരി തന്നെ. ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, പഞ്ചഭൂതഗുണങ്ങൾ പഞ്ചദശാക്ഷരി മന്ത്രബീജങ്ങളായി വ്യാപിച്ചിരിക്കുന്നു. ഷോഡശിയായ മഹാനിത്യ കാമേശ്വരി മുതലായ 15 നിത്യകളായി വ്യാപിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. 15 ഭൂതഗുണങ്ങളായും അതിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചദശാക്ഷരി മഹാമന്ത്രമായും വ്യാപിച്ചിരിക്കുന്നത് സ്പേഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ദേശവ്യാപകമാണ്. അതിനെയാണ് കുറിക്കുന്നത്. 15 തിഥികളായും ആ തിഥികളെ പ്രതിനിധീകരിക്കുന്ന കാമേശ്വരി മുതലായ നിത്യാദേവികളായും വ്യാപിച്ചിരിക്കുന്നത് ടെമ്പറൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന കാലവ്യാപകമാണ് യോജിപ്പിക്കുന്നത്. ആ കാലവ്യാപകമാണ് അടുത്ത 17ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.